ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നേമം പള്ളിച്ചിലുള്ള ശ്രീ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രത്തിലാണ്. അതിമനോഹരമായ കൃഷ്ണ ബലരാമ പ്രതിഷ്ഠാ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. മാർബിൾ കൊണ്ടുള്ള ചുമരും രാജസ്ഥാൻ പിങ്ക് സ്റ്റോണിൽ കൊത്തുപണികൾ ചെയ്ത ജനാലകളും വടക്കേ ഇന്ത്യൻ ശൈലിയിലുള്ള ക്ഷേത്ര ഗോപുരവും ഈ അമ്പലത്തിന്റെ പ്രത്യേകതയാണ്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷത്തിൽ ഒന്നോ രണ്ടോ ഉത്സവങ്ങളാണുള്ളത്. എന്നാൽ ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ മിക്ക മാസങ്ങളിലും ഉത്സവമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ബ്രഹ്മോത്സവം. കേരളത്തിലും പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇക്കൊല്ലത്തെ ഉത്സവം വരുന്നത് ഫെബ്രുവരി 16, 17, 18 തീയതികളിലാണ്. അതിൽ പ്രത്യേകിച്ചും 18-ാം തീയതി രാത്രി നടക്കുന്ന പുഷ്പോത്സവം വളരെ ആകർഷണീയമാണ്. ഈ മഹത്തായ ഉത്സവത്തിൽ വന്നു പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാൻ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത്തവണത്തെ ബ്രഹ്മോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കൂടാതെ പ്രമുഖ സന്യാസി വര്യന്മാരായ ദിവ്യപൂജ്യ ഭക്തി വിനോദസ്വാമി മഹാരാജും ദിവ്യപൂജ്യ ഭാനു മഹാരാജും ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കീർത്തനീയ നിത്തായ് പ്രിയദാസ് പ്രഭുവും ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തവണത്തെ മറ്റൊരു പ്രധാന പരിപാടി ശ്രീ ശ്രീകൃഷ്ണ ബലരാമ വിഗ്രഹത്തിനും ഗൗര നിതായിയുടെ വിഗ്രഹത്തിനും നമ്മൾ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ 1008 വീടുകളിൽ ഭഗവാന്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഭഗവാന്റെ വിഗ്രഹത്തിന് തുല്യമാണ് ഭഗവാന്റെ പാദുകങ്ങൾ. ഈ പാദുക പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ ബ്രഹ്മോത്സവത്തിന്റെ മറ്റൊരു പ്രധാന പരിപാടിയാണ് നമ്മുടെ രാജഗോപുരത്തിന്റെ ഇനാഗ്രേഷൻ. ഫെബ്രുവരി 16-ാം തീയതി വൈകുന്നേരം കൊടിയേറി ആരംഭിക്കുന്ന ബ്രഹ്മോത്സവം ഫെബ്രുവരി 18-ാം തീയതി വൈകിട്ട് പുഷ്പോത്സവത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഈ 3 ദിവസത്തെ മഹത്തായ ബൃഹത്തായ ബ്രഹ്മോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണം. കേരളീയർ എല്ലാവരും, നമ്മൾ മലയാളികൾ എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ഇസ്കോൺ ക്ഷേത്രമാണ് തിരുവനന്തപുരം നേമം ശ്രീ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രം. അത്രയും മനോഹരമാണ് ഈ ക്ഷേത്രം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം. എല്ലാ ഭക്തജനങ്ങൾക്കും നേമത്തുള്ള ഇസ്കോൺ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ.